ഇടുക്കി ജില്ലയിലെ ആരോഗ്യമേഖല വളരെ ദുർബലമാണ്. ബിൽഡിങ്ങുകൾ മാത്രമുണ്ട്. അതിന് പറ്റിയ ഡോക്ടർമാരോ ഹോസ്പിറ്റൽ സൗകര്യമോ ഇല്ല. അതിനുവേണ്ടി ആരും ഒന്നും പറയത്തില്ല. ഇപ്പം നമ്മുടെ ഇടുക്കി മെഡിക്കൽ കോളേജായ പൈനാവിൽ ബിൽഡിംഗ് ഉണ്ട്, അതിനുള്ള സംവിധാനമില്ല, അതിനുള്ള ഡോക്ടർമാരില്ല, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇല്ല. ആകെ നമ്മളെ ആശ്രയിക്കുന്നത് പറഞ്ഞാൽ ഞങ്ങളിപ്പം കോട്ടയം മെഡിക്കൽ കോളേജാണ്. ഇവിടുന്ന് ഒരു 108 കിലോമീറ്റർ ദൂരെ പോകണം. അവിടെയാണ് ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളവരെല്ലാം നോക്കുന്നത്. വേറെ നല്ല സംവിധാനം ഒന്നുമില്ല ഇവിടെ. ഒരു സംവിധാനവും ഇല്ലാതാണ് ഇവിടുത്തെ ആരോഗ്യമേഖല. ഇവിടെ തൊട്ടടുത്ത് ഞങ്ങൾ 20 ഏക്കർ ആശുപത്രിയുണ്ട്. അവിടെ ഒരു സംവിധാനവും ഇല്ല. ഡോക്ടർമാർ ബിൽഡിങ്ങുകളുണ്ട്, ആകെയുള്ള ബിൽഡിങ്ങുകൾ മാത്രമുണ്ട്. എല്ലാ ഒരു ഇതുമില്ല. ഇവിടെ എന്തിനു വേണ്ടിയാണ് ഞങ്ങളിപ്പം വോട്ട് ചെയ്ത് ഓരോരുത്തരും ജയിപ്പിക്കുന്നത്? നല്ല ആരോഗ്യമേഖല വേണ്ടേ? എല്ലാവരും പറയുന്നുണ്ട് നല്ല ആരോഗ്യമേഖല നമുക്ക് കേരളത്തിൽ നിന്ന്. ഇടുക്കി ജില്ല അതിൻ്റെ ഒരു ഇതുമില്ല. അത് ഞങ്ങൾ പറയാം 100%. ഇപ്പം ഒരു മേലാഴിക വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കൊണ്ടുപോകണ കോട്ടയം മെഡിക്കൽ കോളേജിൽ. ഇപ്പം കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥയോ ഇപ്പം ബിൽഡിങ്ങുകളെല്ലാം തകർന്നുകൊണ്ടിരിക്കുന്നു. അവിടെയും നല്ല ഇല്ല. എങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ അവിടെ പോകും? എനിക്കൊരു വയ്യാഴ വന്നു. ഇപ്പം അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഇതുമില്ല, എല്ലാം പുറത്തേക്കേ കുറിക്കത്തുള്ളൂ. എനിക്കൊരു ഇൻഷുറൻസ് ഉണ്ടായത് മാത്രമാണ് ഇപ്പം ഞാനിപ്പം ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാനും കിടന്നു പോയതിനെ. ഇൻഷുറൻസിന് ഇതുണ്ടായത് മാത്രം. സർക്കാർ നമുക്ക് പൈസയോ ഒന്നും ഇല്ലാത്തവരെന്ത് ചെയ്യും? അതൊന്ന് പറഞ്ഞു തരാം എല്ലാവരും. അതിനുവേണ്ടി ഒരു ഹർത്താൽ വെക്കുവാനും ഞാനും അതിന് കൂടെ ഉണ്ടാവും. അതിനുവേണ്ടി ആരും ഒരു ഹർത്താൽ വെക്കത്തില്ല. ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അവരുടെ വീട്ടിൽ കൊണ്ട് പൈസ കൊടുത്തിട്ട് ഒരു പ്രയോജനമില്ല. അവർക്ക് വേണ്ട കാര്യങ്ങൾ അതിന് മുമ്പ് ചെയ്യണം. പൈസ കൊടുത്ത് ഇവിടെ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ പൈസ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അയാളെ തിരിച്ചു വിടുമോ? ഇല്ലല്ലോ. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട നല്ല ആരോഗ്യമേഖല. ഇപ്പോൾ സ്കൂളിൽ ചില കുഴപ്പമില്ല, അല്ല ആരോഗ്യമേഖല ഇപ്പോൾ ഒന്നുമില്ല, ഒരു മേഖലയില്ല. വേണ്ട മരുന്നുകളില്ല. നമ്മളിപ്പോൾ സർക്കാർ ആശുപത്രി ചെന്നാൽ വേണ്ടതെല്ലാം പുറത്തേക്ക് കുറച്ച് തരും. വേണ്ട മരുന്നില്ല. അതിന് വേണ്ട മരുന്നുകളിനുള്ള പൈസയും കാര്യങ്ങളെല്ലാം കൊടുക്കുവാണെങ്കിൽ നല്ല മരുന്നുകൾ കിട്ടത്തില്ലേ? അതാരും ചെയ്യത്തില്ല. ഇപ്പം നമ്മളെ ഒരു ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ ആരോഗ്യമാണ് വേണ്ട. ആരോഗ്യ മേഖലയാണ് ഏറ്റവും പ്രധാനം. ആരോഗ്യം ഉണ്ടെങ്കിൽ എന്തും ചെയ്യാൻ പറ്റത്തില്ല. ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിന് വേണ്ട സംവിധാനം ചെയ്യണം. ഇപ്പം ഞാൻ തന്നെ പറയാമല്ലോ, ഞാനിപ്പം ഇവിടുന്ന് പോകുന്ന ഇപ്പം എറണാകുളത്ത് പോയാണ് എനിക്ക് കാര്യങ്ങൾ ചെയ്യുന്നത്. എറണാകുളത്ത് ഹോസ്പിറ്റലിൽ പോയാണ് ഇപ്പം എനിക്ക് ഇൻഷുറൻസ് ഉണ്ട്, അവിടെ പോയാണ് ചെയ്യുന്നത്. എത്ര കിലോമീറ്റർ പോയാണ് ചെയ്യുന്നത് അറിയാമോ? അത്രയും ബുദ്ധിമുട്ടി കാര്യങ്ങൾ ഓടുന്നത്. ഇപ്പോൾ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ അതുപോലും കിട്ടത്തില്ല. സർക്കാരിൻ്റെ ഇൻഷുറൻസ് ഉണ്ടെന്ന് പറയാൻ കേട്ടോ. സർക്കാർ ഇൻഷുറൻസ് എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു 90% മരുന്ന് പുറത്തേക്ക് തരുന്നതാണ്. അവിടെയില്ല. 10% മാത്രമേ അത് ഉൾപ്പെടുത്തത്തുള്ളൂ. അത് പിടിച്ചുകൊണ്ട് നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ചെല്ലും. അന്നേരം അവിടെ ചെല്ലുമ്പോഴാണ് അയ്യോ ഇൻഷുറൻസ് ഇല്ല, ഇത്രയും കിട്ടത്തില്ല. ഉള്ളത് ഞങ്ങൾ എന്ത് ചെയ്യും? അതൊന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരാമോ എല്ലാവരും? ഇതിനെതിരായ ഒരു സമരം വെക്കുവാണെങ്കിൽ, ഹർത്താൽ വെക്കുവാണെങ്കിൽ ഞാൻ കൂടെ ഉണ്ട്. ആരും ഒന്നും ചെയ്യത്തില്ല. ഇപ്പം എന്തിനോ വേണ്ടി, ആർക്കോ വേണ്ടി ഇപ്പോൾ ഹർത്താൽ ഇവിടെ വെച്ചേക്കുന്നു.